എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന അദ്വൈത ലഹരി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് അദ്വൈത ലഹരിയുടെ 45-ാമത്തെ സെഷനാണ്. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തെ തന്നെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ജയശങ്കര. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. അജ്ഞാനാന്തർ ഗഗനപതിതാൻ ആത്മവിദ്യോപദേശൈഃ ത്രാതും ലോകാൻ ഭവദവശികാ താപപാപാസ്യമാനാം മുക്ത്വാ മൗനം വടവിടവിനോ മൂലതോ നിഷ്പദന്തി ശംഭോർമൂർത്തി ശരതി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാ അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യ കൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാ ശശിമണി ശിലാഭംഗരുചിഭിർവശിന്യാദ്യാഭിസ്താം സഹജനനീ സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഗധാം ഭംഗിരുചിഭിർവാചോഭിർവാഗ്ദേവീ വദനകമലാമോദ മധുരൈ. ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി നടത്തി. ഇന്നത്തെ ഈ ക്ലാസ്സിലേക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഡോക്ടർ പി വിശ്വനാഥ നമ്പൂതിരി സാറിനെ ആദരപൂർവ്വം ഭക്തിയാദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. നമ്മൾ രാമായണമാണ് എടുത്തുകൊണ്ട് കഴിഞ്ഞ 2 ക്ലാസ്സിൽ രാമായണമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു. ഒരു ക്ലാസ്സിൽ രാമായണത്തിൻ്റെ ആമുഖവും അടുത്ത ക്ലാസ്സിൽ രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ കഥയുടെ ആധ്യാത്മികമായ ഒരു പരിവേഷവും കൂടിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ബാക്കി ഭാഗത്തിലേക്ക് നമുക്ക് ഇന്ന് പ്രവേശിക്കാം. ബാലകാണ്ഡം കഴിഞ്ഞാൽ പിന്നീട് അയോധ്യാകാണ്ഡമാണ്. അയോധ്യാകാണ്ഡം പരശുരാമന്റെ ഗർഭം സമർപ്പിച്ച ശേഷം അദ്ദേഹത്തിന് തേജസ് കൂടി തന്നിലേക്ക് ലയിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ അധ്യാത്മജ്ഞാനത്തിൻ്റെ പ്രതീകമായ സീതയോടൊപ്പം അയോധ്യയിൽ എത്തിച്ചേർന്ന് ഗാർഹിസ്ഥ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന അനുഭവങ്ങളെക്കുറിച്ചാണ് ഈ കാണ്ഡം നമ്മെ പഠിപ്പിക്കാൻ പോകുന്നത്.
3 വിധത്തിലുള്ള കർമ്മങ്ങൾ ബാധിക്കുന്നത് ഈ ഗാർഹിസ്ഥ ജീവിതത്തിലാണ്. സഞ്ചിതം, പ്രാരബ്ധം, ആഗാമികം എന്ന് 3 തരത്തിൽ കർമ്മങ്ങളുണ്ട്. സഞ്ചിത കർമ്മം ഇപ്പോൾ സഞ്ചയിച്ച് വെച്ചത്, ഉണ്ടാക്കി വെച്ചത് ഈ ജന്മത്തിൽ. പ്രാരബ്ധകർമ്മം ഈ ജന്മത്തിൽ മാത്രമല്ല, ജന്മാന്തരങ്ങളായി തുടങ്ങി വെച്ച കർമ്മ പരമ്പരകളുടെ ഒരു ഭാഗമാണ് ഈ ജന്മം. ആഗാമികം ഇനി വരാൻ പോകുന്നതാണ്. ഇനിയും ഈ ജീവിതത്തിൽ എന്തൊക്കെയാണോ നമുക്ക് ചെയ്യേണ്ട കർമ്മങ്ങൾ. ഇങ്ങനെ 3 തരത്തിൽ കർമ്മങ്ങളെ വേർതിരിക്കും. അതിൽ ആദ്യത്തെ 2 തരം കർമ്മങ്ങൾക്ക് നമുക്ക് പരിഹാരം ചെയ്യാൻ പലപ്പോഴും സാധിക്കാറുണ്ട്. പ്രായശ്ചിത്ത കർമ്മങ്ങൾ കൊണ്ട്, പരിഹാരങ്ങൾ കൊണ്ട് അതിന് സമാധാനം ലഭിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ പ്രാരബ്ധ കർമ്മങ്ങൾക്ക് ഈ പോംവഴികളില്ല. സത്കർമ്മങ്ങളിലൂടെ അവയുടെ തീഷ്ണത കുറയ്ക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് അനുഭവിച്ചു തീർക്കുക തന്നെ ചെയ്യണം. അത് ഒരു തിരിച്ചറിവാണ്. വാസ്തവത്തിൽ നമുക്കതുണ്ടാവേണ്ടതാണ്. എത്ര വലിയ ആധ്യാത്മിക ചര്യയിൽ കൂടി സഞ്ചരിച്ചിട്ടും, എത്ര വലിയ സന്ധ്യാവന്ദനാദികളും നാമജപങ്ങളും ഭാഗവത പാരായണങ്ങളും പൂജകളും സത്കർമ്മങ്ങളും മാത്രം ചെയ്തുകൊണ്ട് ഏതാണ്ട് 50-60 വർഷത്തോളം ഞാൻ ജീവിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ദുരന്തങ്ങൾ, ഗ്രഹപ്പഴകൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ വന്നിരുന്നു. ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഞാൻ ഇത്രയൊക്കെ സത്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുന്ന ആളല്ലേ എന്ന് നമ്മൾ തന്നെ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിൻ്റെ മറുപടിയാണ് ഈ കാണ്ഡം നൽകുന്നത്. അത് പ്രാരബ്ധ കർമ്മങ്ങൾ ആർക്കായാലും അനുഭവിച്ചു തന്നെ തീരണം. അതിനെ നമ്മൾ ഈ ചെയ്യുന്ന ഈ സത്കർമ്മങ്ങൾ അതിൻ്റെ തീഷ്ണത കുറയ്ക്കാം, അത്രമാത്രമേ ഉള്ളൂ. അനുഭവത്തിൻ്റെ തീഷ്ണത കുറയ്ക്കാം. അനുഭവിച്ചേ പറ്റുള്ളൂ, അതിന് വേറെ വഴിയില്ല. ഈശ്വരനാണെങ്കിൽ പോലും ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ. ഇവിടെ ഈശ്വരൻ്റെ അവതാര സ്വരൂപങ്ങളായി വന്ന ഈ ശ്രീരാമചന്ദ്രൻ മുതൽ അടുത്തൊരു കാലത്ത് നമുക്ക് പരിചിതമായ ശ്രീരാമകൃഷ്ണദേവൻ, രമണ മഹർഷി, ഇവരൊക്കെ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചു തീർത്തവരാണ്. രമണ മഹർഷിയും രാമകൃഷ്ണദേവനും ഒക്കെ എന്തുമാത്രം രോഗബാധിതരായിരുന്നു. ക്യാൻസർ ബാധിച്ച് 2 പേരും ശരീരത്തിൻ്റെ പല അവയവങ്ങളും ദ്രവിച്ച് വിഷമിച്ച് കഷ്ടപ്പെട്ട് ചെയ്യപ്പെട്ടാണ്. ഇവർക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇവരൊക്കെ എന്തുമാത്രം സാധന നിർവഹിച്ച ആളാണ്. ഇവർക്ക് എന്തിനൊക്കെ വന്നു എന്ന് അവർ ചിന്തിക്കാറില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിലോ അതിൻ്റെ ജന്മത്തിലോ ചെയ്തിരുന്ന അനേക ദുഷ്കർമ്മങ്ങളുടെ അന്ന് ആരംഭിച്ച കർമ്മങ്ങൾ ഇപ്പോഴും പിന്തുടരുക തന്നെയാണ് ചെയ്യുക. അത് നമുക്ക് അനുഭവിച്ചേ തീർക്കാൻ പറ്റുള്ളൂ. പക്ഷെ അനുഭവത്തിന് തീഷ്ണത കുറയ്ക്കും ഇപ്പം ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ പരിണതഫലമായിട്ട്. ഇതാണ് രാമൻ ഈശ്വരനായി രാമൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച് നമ്മെ കാണിച്ചതാണ്. ആരാണെങ്കിലും ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ച് തന്നെ തീർക്കണം, അതിന് വേറെ വഴിയുണ്ടാവില്ല എന്നിങ്ങനെ അത് നമ്മെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ വിഷയം പഠിപ്പിക്കാനാണ് ഈശ്വരൻ മനുഷ്യാവതാരം സ്വീകരിച്ചത്. ഈ വിധത്തിലുള്ള പ്രാരബ്ധകർമ്മങ്ങളെ നേരിടാനുള്ള ഒരു ശക്തിയാണ് മനുഷ്യന് വേണ്ടത്. അതിനാണ് ആത്മജ്ഞാന സ്വരൂപമായ സീതയുടെ സാന്നിധ്യം മൂലം രാമന് അനുഭവിക്കാൻ പെടുന്നത്. ആത്മജ്ഞാനം നേടിയ ഒരാൾക്ക് ഇത്തരം അനുഭവങ്ങൾ നേരിടാനുള്ള കരുത്തുണ്ടാകും. എന്തൊക്കെ വിദ്യകൾ നേടിയാലും, ആധ്യാത്മികമായ ഉയർച്ച വന്നാലും, ഈശ്വരനോട് എത്രയൊക്കെ അടുത്താലും ഋഷിമാർക്കും യോഗികൾക്കും പരമഹംസന്മാർക്ക് പോലും അതിൽ നിന്ന് മോചനമില്ല. ഈ ഒരു തത്വം രാമായണം നമ്മെ പഠിപ്പിക്കലാണ്. ഇവിടെ നിന്ന് പഠിക്കാനുള്ള വലിയ പാഠം ഇതാണ്. അയോധ്യയിൽ എത്തിയ ശേഷം നടക്കുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട സംഭവം അഭിഷേക വിഘ്നമാണ്. ഈ അഭിഷേക വിഘ്നം തന്നെ ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യവുമായിട്ട് തട്ടിച്ചു നോക്കിയാൽ നമുക്ക് സഹിക്കാനാവില്ല. കാരണം പിതാവിൽ നിന്നും അർഹമായ ലഭിക്കേണ്ട രാജ്യം ന്യായമായിട്ടും വിധി അനുസരിച്ച്, യുക്തി അനുസരിച്ച്, നീതി അനുസരിച്ച്, സത്യമനുസരിച്ച് രാമൻ യോഗ്യനാണ്.
അങ്ങനെ സിംഹാസനത്തേക്ക് കയറാൻ ചെല്ലുമ്പോഴാണ് പറ്റില്ല എന്ന് പറഞ്ഞ് അതിനെ തടയപ്പെട്ട് നിഷേധിച്ച് മറ്റു വഴിയിലേക്ക് പോവുക. അപ്പൊ ഇത് രാമൻ തൻ്റെ ഐശ്വര്യ ശക്തി കൊണ്ട് വേണേ ഇതിനെ തടയാമായിരുന്നില്ലേ? ആയിരിക്കാം. പക്ഷേ രാമൻ മനുഷ്യനായി ഇപ്പോൾ അവതരിച്ചത് ഇതൊക്കെ ഒരിക്കലും തടയാൻ പറ്റുന്നതല്ല, ആർക്കാരും അനുഭവിച്ച് തീർത്തേ പറ്റൂ. അതുകൊണ്ട് തെല്ലും വിഷമിക്കാതെ ശിരഫ ഇതൊക്കെ അനുഭവിക്കലാണ്, അതിനാരെയും കുറ്റം പറയരുത്. രാമൻ അതാണ് ആദ്യം നിർവഹിച്ചത്. പിതാവ് കുറ്റക്കാരനല്ല, മാതാവ് കുറ്റക്കാരനല്ല, വസിഷ്ഠൻ കുറ്റക്കാരനല്ല, എന്താണ് ഇവിടെ കയ്യേയി കുറ്റക്കാരിയല്ല, മന്ധര കുറ്റക്കാരിയല്ല. സാധാരണ നമുക്ക് വന്നു ചേരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മറ്റാരുടെയെങ്കിലും ഒരു ഇടപെടലാണ്, അവർ മൂലമാണ് എന്ന് വരുത്താൻ നമ്മൾ ശ്രമിക്കും. അല്ലെങ്കിൽ പോലും അത് മറ്റൊരാളിലേക്ക് നിയോഗിച്ചു കഴിഞ്ഞാൽ ഹാവൂ എനിക്ക് ആശ്വാസമായിരുന്നു. ഒന്നുകിൽ വ്യക്തികളിലേക്ക് നമ്മൾ പഴിയാരും, നിങ്ങൾ ഒറ്റ ഒരുത്തനാണ് ഇതൊക്കെ കാരണം, ഞാൻ ഈ അനുഭവിക്കുന്നൊക്കെ. ഇനി നിങ്ങളൊറ്റ ഒരാൾ ഇവിടെ ഇല്ലെങ്കിലും ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരില്ലേ? അത് ചിന്തിക്കാറില്ല. ഇപ്പൊ ഈ അനുഭവിച്ചതിന് കാരണം തൊട്ടു മുമ്പിൽ കാണുന്നത് നിങ്ങൾ ഒറ്റ ഒരാളാണ്. ഒന്നുകിൽ ഭാര്യ, അല്ലെ ഭർത്താവ്, അല്ലെ മക്കള്, അമ്മ, അച്ഛൻ, ബന്ധുക്കൾ, ആരെങ്കിലും. നിങ്ങളാണ് അതിന് കാരണക്കാരെന്ന് അവരിലേക്ക് പഴിയാരും. ഇനിയും അത് പറ്റിയില്ലെങ്കിൽ കാലത്തെ പഴിയാറും. കാലത്തിൻ്റെ ദോഷം കൊണ്ടാണ് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ കർമ്മത്തെ പഴിയാരും, കർമ്മദോഷം കൊണ്ടാണ്. അതുമല്ലെങ്കിൽ ഗ്രഹങ്ങളെ പഴിയാരും, എന്താണ്, ഗ്രഹപ്പിഴ കൊണ്ടാണ്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മളെ എത്രയോ ലക്ഷം കിലോമീറ്റർ ദൂരെ വസിക്കുന്നവരാണ് ഈ ഗ്രഹങ്ങൾ. അവർ താഴെ ഇറങ്ങി വന്ന് എൻ്റെ ഈ ജീവിതത്തിൽ ഈ വിഷമതകൾ ഉണ്ടാക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അതുകൊണ്ട് അവരെ പഴി പറയും. കാല, കർമ്മ, ഗ്രഹോ വാ, ഈ മൂന്നിലൊന്നാണ് ഇതിന് തൻ്റെ കാരണം എന്ന് ആരെങ്കിലും പഴി പറഞ്ഞാൽ അതുകൊണ്ട് നമ്മുടെ അനുഭവദോഷത്തെ മാറ്റാൻ പറ്റില്ല. ആരെ പഴി പറഞ്ഞാലും, കാലത്തെ പറഞ്ഞാലും, കർമ്മത്തെ പറഞ്ഞാലും, ഒരു വ്യക്തിയെ പറഞ്ഞാലും, അമ്മാവനെ പറഞ്ഞാലും ഞാൻ അനുഭവിച്ചേ പറ്റുള്ളൂ. എന്നാൽ പിന്നെ എന്തിനു ഇവരെ പഴി പറയുന്നു? അവരെ വിട്ടേക്കൂ. ഇവരെ ആരെയും ഇതിലേക്ക് വലിച്ചിഴക്കണ്ട. ഇത് എൻ്റെ കർമ്മം. ഇതാണ് രാമൻ അവിടെ ശരിക്കും ഒരു മനുഷ്യരൂപത്തിൽ അവതരിച്ച് നമ്മെ പഠിപ്പിച്ച ഒന്നാമത്തെ പാഠം ഇതാണ്. ഗാർഹിക ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ആയിരക്കണക്കിന് വിഷമതകളെയും കഷ്ടപ്പാടുകളും മറ്റാരിലേക്കും പഴിചാരാതെ സ്വയം അനുഭവിച്ചു തട്ടണം. രാജപദവി ഉപേക്ഷിച്ച് കാരണവാസം സ്വീകരിക്കുന്ന ഈ സന്ദർഭത്തിൽ രാമൻ പറയുന്ന ഒരു മനോഹരമായ വാക്കാണ് തദപ്രിയം അമിതഘ്നോ വചനം മരണോപമം ശ്രുത്വാ ന വിവ്യഥേ രാമ കൈയേയും ചേതം അബ്രവീത്. ഇത് കേട്ടിട്ട് രാമോ ന വിവ്യഥേ, രാമൻ വ്യഥയുണ്ടായേയില്ല. മരണോപമാണ് ഈ വാക്ക്. ഇതിനപ്പുറത്തിനിയൊന്നുമില്ല. കാട്ടിൽ പോയി 14 വർഷം എന്താണ് ആ മുനികുമാരന്മാരുടെ വേഷം ധരിച്ചു പോയി താമസിച്ചോളാൻ. ഈ അപ്രിയമായ മരണത്തെ വരിക്കാൻ തോന്നുന്ന ഈ വാക്കുകൾ കേട്ട രാമന് ഒരു വ്യഥയുണ്ടായില്ല. കൈകേയിയോട് പറഞ്ഞു, നിങ്ങൾ ആരുമല്ല ഇതിന് കാരണം. പ്രാരബ്ധങ്ങൾ അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ് എല്ലാവരും ജന്മമെടുക്കുന്നത്. കൈകേയിയോട് പറയാം, ശത്രുവായി നമുക്ക് തോന്നാവുന്ന കൈകേയി എന്ന അമ്മയെ സാന്ത്വനിപ്പിക്കാനുള്ള കരുത്ത് രാമൻ നേടിയത് ആത്മജ്ഞാനം കൊണ്ടാണ്. ആർക്കും തോന്നില്ലല്ലോ. കൈകേയിയാണ് ഇതിന് കാരണം എന്ന് വെച്ചാൽ രൂക്ഷമായിട്ട് നോക്കുക, വിരോധം പറയുക, ചീത്ത പറയുക, അല്ലെങ്കിൽ വേണ്ടി വന്നാൽ തല്ലുക. ഇതൊക്കെയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുക. രാമൻ ആ കൈകേയിയോട് പറഞ്ഞു, അമ്മയല്ല ഇതിന് കാരണം, ഞാനിത് അനുഭവിക്കേണ്ടതാണ്. അമ്മയല്ലെങ്കിൽ അതിന് വേറൊരാളായിരിക്കാം. ഇപ്പം തൽക്കാലം അമ്മയുടെ രൂപത്തിലാണ് ഈ പ്രാരബ്ധകർമ്മം എന്നെ പിടികൂടിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും അമ്മയെ പഴി പറയും, ഞാൻ പറയില്ല. നോക്കൂ, ഇതാണ് ആത്മജ്ഞാനം കൊണ്ട് രാമന് കിട്ടിയ വിവേകവും കരുത്തും.
ഇത് നേടിക്കൊണ്ടേ ഗാർഹസ്ഥ്യ ജീവിതത്തേക്ക് ഇറങ്ങാവൂ. അല്ലെങ്കിൽ ഈ ഞണ്ട് പോലെ 100 കണക്കിന് വിഷമുള്ള ആ ഓരോ തരം കാലുകൾ, കൈകൾ നമ്മളെ ഇങ്ങനെ അള്ളിപ്പിടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ധർമ്മം അറിയാവുന്ന രാമന് ഈ വിഷയത്തെക്കുറിച്ച് ഒരു സംശയം തോന്നിയില്ല. ആരോടും ചോദിച്ചുമില്ല. കാരണം സംശയം ഉണ്ടെങ്കിലേ ചോദിക്കുള്ളൂ. കോപിച്ചു നിൽക്കുന്ന ലക്ഷ്മണനെ പോലും സാന്ത്വന വചനം കൊണ്ട് ആശ്വസിപ്പിക്കാൻ രാമൻ ശ്രമിക്കുന്നു. ലക്ഷ്മണോപദേശത്തിലൂടെ അനുജനെയും കരുത്തനാക്കി. ലക്ഷ്മണൻ ഫലിക്കാനായില്ല. ദശരഥനെ ബന്ധിച്ച് കാരാഗൃഹത്തിലാക്കി രാജ്യം സ്വീകരിക്കണം എന്ന് പറയാൻ പുറപ്പെട്ട ലക്ഷ്മണനോട് അതിമനോഹരമായ ആത്മജ്ഞാനം കൊണ്ട്, നോക്കൂ, ലക്ഷ്മണൻ അതില്ലാത്തതുകൊണ്ടാണ് ഈ ദുഃഖം എന്ന് മനസ്സിലായി. രാമന് ദുഃഖമില്ല, പക്ഷെ ലക്ഷ്മണൻ ദുഃഖിക്കുന്നത് ലക്ഷ്മണൻ ഈ ആത്മജ്ഞാനം ഇല്ലാത്തതുകൊണ്ടാണ്. ലക്ഷ്മണനെ കൂടെ കൂട്ടി, സീത എന്ന ആത്മജ്ഞാനത്തിൽ തൻ്റെ കൂടെ തന്നെ കൂട്ടി ഉപദേശിച്ചു കൊടുത്ത് ആ അതിമനോഹരമായ എത്രയോ ഉദാഹരണങ്ങൾ കൂടിയാണ്. രാമായണത്തിൽ പ്രധാനപ്പെട്ടൊരു ഉപദേശമാണ് ലക്ഷ്മണോപദേശം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ലക്ഷ്മണന്റെ മനസ്സ് ശാന്തമാക്കാൻ പറ്റി. ഇങ്ങനെ നമുക്ക് ഭൗതിക ലോക ജീവിതത്തിൽ ഈ വിഷമതകൾ വരുമ്പോൾ ഉപദേശിക്കാൻ ഇന്ന് ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യഥ. അതിനാണ് ഗുരുക്കന്മാരെ സ്വീകരിക്കണം, അവരിൽ നിന്ന് ഉപദേശം തേടണം. എന്നിട്ട് ആത്മജ്ഞാനം ഉള്ളിൽ സൂക്ഷിക്കുന്ന, ആത്മജ്ഞാനത്തിൻ്റെ ഒരു സന്താനമായ ഗുഹന്റെ സഹായത്തോടെ ഗംഗ കടന്ന് ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിലെത്തുന്നു. ഗുരുകാരുണ്യം ഇനി തനിക്ക് ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കുമ്പോൾ അതിന് കരുത്ത് കിട്ടണമെങ്കിൽ ഗുരുക്കന്മാരുടെ ഉപദേശം ഇടയ്ക്കിടയ്ക്ക് കേൾക്കണം, എന്നും വേണം. എത്ര മഹർഷിമാരെയാണ് ഇവിടെ ഈ രാമൻ്റെ വനവാസത്തിൽ ഒരുക്കി നിർത്തിയിരിക്കുന്നത് രാമന് ഉപദേശം കൊടുക്കാൻ. രാമൻ ഈശ്വരനല്ലേ, ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഭരദ്വാജൻ, വാൽമീകി, ഇങ്ങനെ ഓരോരോ ഋഷിമാരെ ഉപദേശിച്ച് മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ഗുരുവിൻ്റെ സാമീപ്യം രാമൻ ഇതിൻ്റെ ആവശ്യമില്ല. പക്ഷെ രാമൻ ഇത് കാണിക്കുന്നത് മർത്യശിക്ഷാർത്ഥമേവം സ്വയം മർത്യാവതാര തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം. ഈ മർത്യാവതാരം മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയാണ്, മർത്യശിക്ഷാർത്ഥമാണ്. ജനിച്ചപ്പോൾ മുതൽ നാം എല്ലാം മറുകരയിലെത്താൻ വേണ്ടി ജീവിതമാകുന്ന തോണിയിൽ കയറി സഞ്ചരിക്കുകയാണ് നമ്മളെല്ലാവരും. തോണി മറുകരയിലെത്തുമ്പോൾ എല്ലാവരും വഴി നിന്ന് ഇറങ്ങുക തന്നെ വേണം. തോണിയിൽ തന്നെ ഇരിക്കാമെന്ന് കരുതിയാൽ അതൊരു വ്യാമോഹം മാത്രമാണ്. ഈ ശരീരവും ജന്മവും ഒരു തോണി മാത്രമാണ്. ഈ തോണി അക്കരെ എത്താൻ തോണിക്കാരനായ ഗുരുവിൻ്റെ സഹായം കൂടിയേ പറ്റുള്ളൂ. വള്ളം തുഴഞ്ഞ് നമ്മളെ അക്കരെ എത്തിക്കണമെങ്കിൽ ഒരു തുഴച്ചിലുകാരൻ വേണം. അയാൾക്ക് തുഴയാൻ കെൽപ്പുള്ളവനാണ്, കഴിവുള്ളവനാണ്, പഠിപ്പുള്ളവനായിരിക്കണം. അങ്ങനെയുള്ള തോണിക്കാരൻ വിചാരിച്ചാൽ ഏത് കാറ്റിലും ചുഴിയിലും ഏത് വെള്ളപ്പൊക്കത്തിലും ഏത് മലരിയും ചുഴിയുമൊക്കെ വെള്ളത്തിലുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ഈ വള്ളം അക്കരെ കൊണ്ട് എത്തിക്കേണ്ട ബാധ്യത ഗുരുവായ ഈ തോണിക്കാരനാണ്. അതോടൊപ്പം ഈശ്വരകാരുണ്യം വേണം. ഒരു കൊടുങ്കാറ്റ് വന്നാൽ ഈ ഗുരു വിചാരിച്ചാലും ഈ വള്ളത്തെ ലക്ഷ്യത്തിൽ എത്തിക്കാൻ പറ്റില്ല. അവിടെ ആര് വേണം? ഈശ്വരൻ്റെ കടാക്ഷം വേണം. അതുകൊണ്ട് ഈശ്വര സഹായം ഉണ്ടാകുമ്പോൾ മാത്രമേ അനായാസമായി ഈ വള്ളം അക്കരെ എത്തിക്കാൻ പറ്റുള്ളൂ. ഈ രണ്ട് ഘടകങ്ങൾ അയോധ്യാകാന്ഡത്തിൽ കൂടി നമ്മെ സൂചിപ്പിക്കാറ്. ചിത്രകൂടത്തിൽ വസിക്കുന്ന സമയത്താണ് പിതാവിൻ്റെ ചരമവാർത്ത അറിയുന്നത്. ദുഃഖിതനായ രാമൻ സാധാരണ മനുഷ്യനെ പോലെ മോഹാലക്ഷ്യപ്പെട്ട് വീഴുന്നു, കരയുന്നു. ഭരതനോടുള്ള ഭ്രാതൃസ്നേഹം വളരെ ഉത്കൃഷ്ടമായി ഇവിടെ പ്രകടമാക്കുന്നു.
ഇതുപോലെ ആവണം സഹോദര ബന്ധമെന്ന് കവി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. പിതാവിൻ്റെ ഉദകർമ്മങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ഘോരമായ വനാന്തരത്തിലേക്ക് രാമൻ യാത്ര ആരംഭിക്കുകയാണ്. ഇന്ന് ഗൃഹസ്ഥാശ്രമം ഇങ്ങനെ കഠിനമായ പാതയിലൂടെ മുന്നേറാൻ പറ്റുള്ളൂ, കഠിനമായ വഴി കൂടിയേ പറ്റുള്ളൂ. പല സ്വഭാവക്കാരാണ് കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ. ഇവരോടൊത്തുള്ള ജീവിതം വാസ്തവത്തിൽ പ്രയാസമേറുന്നതാണ്. ഓരോരുത്തരെയും ഒക്കെ എങ്ങനെ അഭിമുഖീകരിക്കണം, ഇന്നത്തെ ഭാഷയിൽ കൈകാര്യം ചെയ്യുക. ഇത് രാമായണം ശരിക്ക് വരച്ചു കാണിച്ചിരിക്കുകയാണ്. രാമായണം പഠിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. കാട്ടിലെ ജീവിതത്തിൽ നേരിടുന്ന ഓരോ പ്രയാസങ്ങളും ഇവയുടെ പ്രതീകങ്ങളായി നമുക്ക് കണ്ടെത്താം. സംസാര ജീവിതത്തെ ആരണ്യത്തോട് ഉപമിക്കുകയാണ് അടുത്ത ആരണ്യകാണ്ഡത്തിൽ. ആരണ്യകാണ്ഡം ഒരു കൊടും കാടാണ്. എങ്ങനെ ഞാൻ തുഴഞ്ഞാൽ അക്കരെ കൊണ്ടെത്തിക്കാം? കുടുംബ പ്രാരബ്ധങ്ങളിലാണ്. ഭാര്യ, മാതാപിതാക്കൾ, പുത്രന്മാർ. ഇവരുടെ ഇടയിൽ എങ്ങനെ ഞാൻ ഈ കൊടുങ്കാട്ടിലൂടെ നടന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും? ആവില്ല. പലപ്പോഴും തളർന്നു വീഴും, ആത്മഹത്യയ്ക്ക് ആലോചിക്കും, ചിലപ്പോൾ ചെയ്തെന്ന് വരാം. ഇതൊക്കെ ജീവിതത്തിന് കടുത്ത അനുഭവങ്ങളാണ്. അവിടെയാണ് വനയാത്രയ്ക്ക് മുമ്പ് രാമൻ, അത്രി, ശരഭംഗൻ, സുതീഷ്ണൻ, അഗസ്ത്യൻ ഈ 4 ഋഷിവര്യന്മാരുടെ അനുഗ്രഹം തേടും. ഇങ്ങനെയാണ് നമ്മുടെ അരണ്യം പോലെ ഗഹനമായ ഗാർഹസ്ഥ്യ ജീവിതത്തിൻ്റെ വിഷമതകളിലേക്ക് കടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും ഗുരുക്കന്മാരെ കണ്ട് അനുഗ്രഹം തേടണം. അവരുപദേശങ്ങൾ തരും, അനുഗ്രഹിക്കും. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ വഴിക്ക് വീണുപോകും, വഴി കിട്ടാതാകും. ഏതു വഴി പോയാൽ മുമ്പോട്ട് പോകണം, ഇതാരാ പറഞ്ഞു തരിക? ഗുരു. ഈ ജോലി ഇങ്ങനെ തന്നെ തുടർന്നോളൂ, നല്ലതാണ്, ഇത് വിട്ടു മറ്റൊന്നിലേക്ക് പോകണ്ട, അല്ലെങ്കിൽ ഇത് വിട്ടുപൊക്കോളൂ, മറ്റൊന്നാണ് നിങ്ങൾക്ക് ശ്രേഷ്ഠം എന്ന് നമുക്ക് പറഞ്ഞു തരാൻ. അല്ലെങ്കിൽ ഇന്ന പോലെ പഠിക്കണം, ഈ വിധത്തിൽ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ഒരു ഗുരുവിൻ്റെ ഉപദേശമാണ്. ഈ ഉപദേശത്തിന് കുറവാണ് അനുഭവത്തിൻ്റെ തീക്ഷ്ണത ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രാരബ്ധ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു ഗൃഹസ്ഥന് വേണ്ട തയ്യാറെടുപ്പുകളാണ് രാമായണം കാണിക്കുക. ഇത് വലിയ തയ്യാറെടുപ്പുകൾ ഇല്ലാതെ അകത്തോട്ട് കടക്കുമ്പോൾ അഭിമുഖീകരിക്കാൻ പറ്റാതെ പലപ്പോഴും പലരെയും. അതോടൊപ്പം അതിന് ആധ്യാത്മികയും ഈശ്വരചിന്തയും ജീവിതയാത്രയിൽ ഒരു ഗൃഹസ്ഥന് വേണ്ട ഗുണങ്ങളാണെന്ന് ബോധ്യപ്പെടുത്തുക. ഇനിയും രാമൻ പ്രവേശിക്കുന്നത് ദണ്ഡകവനത്തിലേക്ക് ഉള്ള പ്രവേശനമാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട കഥാസന്ദർഭം കാം പ്രതീകമായ ശൂർപ്പണഖിയുടെ വരവാണ്. ദണ്ഡകവനത്തിൽ വെച്ച് കാമോദ്ദീപകമായ ഏതു വസ്തു കണ്ടാലും അതിൽ ആസക്തി തോന്നുക, കാമത്തെ ഉത്തേജിപ്പിക്കപ്പെടുക, അത് സാധാരണ. ഈ ഒരു വിഷയമാണ് ഈ അരണ്യകാണ്ഡത്തിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പുറപ്പെടുക. മനുഷ്യ ജീവിതത്തിൽ നമ്മൾക്ക് അപരിഹരണീയമായ ഒരു ഭാവം കാമമാണ്. കാമം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളാണ്, എല്ലാത്തരം ആഗ്രഹങ്ങൾ. അതിൽ സ്ത്രീ വിഷയമായ ആഗ്രഹവും വരാം. സകലമാന മോഹങ്ങളും ആഗ്രഹങ്ങളും അത് വളർന്ന് 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 അത് സാധിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടമാണ് ജീവിതം മുഴുവൻ. കാമനകളെ പൂർത്തീകരിക്കുക, അതിന് കാശുണ്ടാക്കണം, സാഹചര്യം ഉണ്ടാക്കണം, മറ്റുള്ളവരെ കണ്ട് ഇതാണ് പഠിക്കുന്നത്, അവരെപ്പോലെ എനിക്കാവണം എന്ന്. ഞാൻ എൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ടേ എനിക്ക് ജീവിക്കാൻ പറ്റൂ. എൻ്റെ കഴിവെന്താണ്, എൻ്റെ പഠിപ്പെന്താണ്, എൻ്റെ കുടുംബസ്ഥിതി എന്താണ്, എൻ്റെ സാമ്പത്തികം എന്താണ്, അതിനനുസരിച്ചല്ലേ എനിക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അന്ധമായി മറ്റൊരാളെ പോലെ അനുകരിക്കാൻ പറ്റില്ലല്ലോ. തെങ്ങിൽ നിന്ന് മാങ്ങ ഉണ്ടാവാൻ പറ്റുമോ? പറ്റില്ലല്ലോ. തെങ്ങ് വിചാരിക്കുകയാണ്, ഹാവു എത്ര പേരാ ഈ മാവിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വന്ന് കൂടി മാവിനെ ലാളിച്ച് അതിൻ്റെ ചോട്ടിൽ നിന്ന് മാങ്ങയൊക്കെ പറക്കി സന്തോഷത്തോടെ കഴിച്ച് മധുരമയോട് പോകുന്നത്. എനിക്കതില്ലല്ലോ. അതുകൊണ്ട് ഞാൻ മാവിനെ പോലെ ആവണം എന്ന് വിചാരിച്ച് ആവാൻ പറ്റില്ല. കാരണം തെങ്ങിൻ്റെ രീതി മറ്റൊന്നാണ്, മാവിൻ്റെ രീതി മറ്റൊന്നാണ്.
ഇതുപോലെ അവരവരുടെ പരിതസ്ഥിതി നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഏത് കാമനകളും ഉണ്ടാവാം, അതിനെല്ലാം നമുക്ക് ബാധിക്കാൻ പറ്റില്ല എന്ന് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ തിരിച്ചറിയാം. ആ ചെറിയ കാമനകളെ വിട്ട് രാമായണം കയ്യിലെടുക്കുന്നത് സ്ത്രീ വിഷയമായൊരു കാമത്തെക്കുറിച്ചാണ്. ഇന്ന് അപരിഹാര്യമായൊരു കാമം അതാണ്. ഇന്നത്തെ ചെറുപ്പക്കാർ മുതൽ വൃദ്ധന്മാർ വരെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുഃഖം ഇതാണ്. സ്ത്രീ വിഷയമായ കാമനകൾ. സുന്ദരിയായ ശൂർപ്പണഖയെ മുമ്പിൽ നിൽക്കുന്ന ഒരു നിമിഷത്തേക്ക് കണ്ട രാമൻ അവളിലേക്ക് ആകൃഷ്ടയാകുന്നില്ലെങ്കിൽ പോലും അവളുടെ കാമാഭ്യർത്ഥനകളെ നിരസിക്കുമ്പോഴും അതിൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ രാമൻ ചെയ്യുക. ഇവളുടെ കാമാഭ്യർത്ഥന സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല. സ്വീകരിക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന ദുരന്തം അതിനേക്കാൾ കൂടുതൽ. അതാണ് കാമത്തെ ട്രീറ്റ് ചെയ്യുമ്പോൾ കാമത്തെ അംഗീകരിച്ച് അതിൻ്റെ അടിമയായി അതിൻ്റെ കൂടെ നീങ്ങിയാൽ വലിയ കുഴപ്പമില്ല, പോകാം എന്ന് വിചാരിക്കും. അതിനെ എതിർത്തു പോയാൽ എന്ത് ഭീഷണികൾ, ആത്മഹത്യകൾ, കൊലകൾ, എത്രയെത്ര ദുരിതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാം എന്ന് ഈ ശൂർപ്പണഖയെ പിണക്കി വിട്ട രാമൻ, അതായത് കാമത്തെ സ്വീകരിക്കാതെ അതിനെ പിണക്കി വിട്ട രാമൻ അനുഭവിച്ച ദുഃഖങ്ങളാണ് ഇനി രാമായണത്തിൽ മുമ്പോട്ട് പോകുന്ന കഥ മുഴുവനും. ഓർത്തു നോക്കൂ, വാൽമീകി എത്ര വിദഗ്ധമായിട്ടാണ് ഈ കഥ മെനഞ്ഞ് നമ്മുടെ മുമ്പിൽ എത്തിച്ചത്. അപ്പം വിഷയാനുഭവമായ കാമത്തെ തിരസ്കരിച്ചാൽ ഘോരമായ പ്രതികരണം ഉണ്ടാകാം. ഇത് മറ്റു വിഷയമാണ്. ഗൃഹസ്ഥന് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ ദുഃഖത. തനിക്ക് സുന്ദരിയായൊരു ഭാര്യയുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ മറ്റൊരാൾ തൻ്റെ മുമ്പിൽ വന്ന് ഒരു പ്രണയാഭ്യർത്ഥന ചെയ്താൽ അതിനെ താൻ തിരസ്കരിച്ചാൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ പോകുന്നത്? കാമാപേക്ഷ നിരസ്കരിക്കപ്പെട്ട ശൂർപ്പണഖ ക്രോധാകുലയായി രാമകൃഷ്ണന്മാരെ നിഗ്രഹിക്കാൻ ഒരുങ്ങുകയാണ്, കൊന്നുകളയാൻ ഒരുങ്ങുകയാണ്. കാമത്തിൻ്റെ വലയത്തിൽ അകപ്പെടുന്നത് ആത്മജ്ഞാനം നശിക്കാൻ കാരണമാകും എന്ന് തിരിച്ചറിയണം. കാമത്തെ നേരിടാൻ വളരെ വിഷമമാണ്. അതിലകപ്പെടാതെ മാറി പോവുക എന്നുള്ളതാണ് വിദഗ്ധമായ കുടുംബജീവിതത്തിൻ്റെ സ്വാസ്ഥ്യത. പക്ഷെ ചിലർക്കത് പറ്റിയില്ല എന്ന് വരാം. അവരെക്കുറിച്ചാണ് പറയാൻ പോവുക. കാമത്തിൻ്റെ പ്രതീകമായ ശൂർപ്പണഖ ആത്മജ്ഞാനമായ സീതയെ നഷ്ടപ്പെടാൻ കാരണമായി രാമന് അനുഭവിക്കുന്നു. ഇപ്പൊ കാമത്തെ സ്വീകരിക്കാനോ അംഗീകരിക്കാനോ നിഷേധിക്കാനോ പുറപ്പെട്ടാൽ ആത്മജ്ഞാനം നഷ്ടപ്പെടും. എത്ര വിഷമം പിടിച്ചാണ് ഈ കാമം. ആധ്യാത്മിക ജീവിത രീതികൾ വ്രതമാക്കി ഋഷിമാർ, യോഗികൾ, ഇവർക്കെല്ലാം കാമഹേതുക്കളായ വിഷയങ്ങളുടെ ദർശനം പോലും ഒഴിവാക്കുന്നത് ഇക്കാരണത്താലാണ്. അതുകൊണ്ടാണ് സ്ത്രീകളെ കാണാതെ പോലും ഇരിക്കുന്നത് കൊണ്ടാണ്. മുമ്പിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്നൊരു നിമിഷത്തേക്ക് തങ്ങളുടെ വ്രതചര്യകൾ എത്രയോ മഹർഷിമാരുണ്ടങ്ങനെ. എന്താണ് ആ ശൂർപ്പണഖാവൃത്താന്തം നൽകുന്ന സന്ദേശവും ഇതാണ്. ഇങ്ങനെയുള്ള കാമഹേതുക്കളായ വിഷയങ്ങളെ ജീവിതത്തിന് എന്ത് ചെയ്യണം? ഒഴിവാക്കി പോകാൻ വേണ്ടി ഋഷിമാർ വനാന്തരങ്ങൾ തപസ് ചെയ്തു. അവിടെ ഇന്ദ്രൻ എന്ത് ചെയ്തു? സുന്ദരിമാരെ വിട്ട് ഇവരുടെ മനസ്സിനെ വശീകരിക്കാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്, പലപ്പോഴും വിജയിച്ചിട്ടുണ്ട്. നോക്കൂ, കാമത്തെ എങ്ങനെയൊക്കെയാണ് ഒരു ജീവിതത്തെ തകർക്കാൻ ഉപയോഗിക്കേണ്ടത്, ഒരു ജീവിതത്തെ നന്നാക്കാൻ ഉപയോഗിക്കേണ്ടത്. കാമത്തെ നിഗ്രഹിക്കാൻ ഈ അവസരത്തിലും സാധിക്കില്ല. അംഗഭംഗം വരുത്താൻ മാത്രമേ സാധിക്കത്തുള്ളൂ. ഈ ശൂർപ്പണഖയെ രാമന് വേണേ അവിടെ വെച്ച് കൊല്ലായിരുന്നല്ലോ. രാമന്റെ ഐശ്വര്യമായൊരു തേജസ് ശക്തി കൊണ്ട് ഒരമ്പ് മാത്രം മതി, നിസ്സാരമായി ആരെ കൊല്ലാം? ശൂർപ്പണഖയെ. പക്ഷേ ശൂർപ്പണഖ കാമത്തിൻ്റെ പ്രതീകമാണ്. കാമത്തെ നിഗ്രഹിക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യണം? അംഗഭംഗം വരുത്താൻ. അതേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ അംഗഭംഗം സംഭവിച്ച കാമം കൂടുതൽ വിനാശകാരിയായിട്ട് വരും. അതാണ് കാമത്തിനെ കുതശ്ചിത് പ്രതിഹതാത് കാമാത് ക്രോധോഭിജായതേ. കാമത്തിന് ഏതെങ്കിലും തരത്തിൽ പ്രതിഹതി ഉണ്ടായാൽ അത് കോപമായി വളർന്നു വലുതായി നമ്മെ തന്നെ സംഹരിക്കാൻ കാരണമാകും. ഇന്ന് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ കലഹങ്ങൾക്കും ദുഃഖങ്ങൾക്കും
ഒരു പരിധിവരെ കാരണം ഈ കാമം തന്നെയാണ്. കാമവാസനകൾ ഉണ്ടാകാനിടയുള്ള സാഹചര്യത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് ബുദ്ധി എന്നൊരു പാഠം ഇവിടെ പഠിപ്പിക്കാം. രാക്ഷസന്മാർ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന ദണ്ഡകവനത്തിലെത്തുമ്പോൾ ലക്ഷ്മണനോട് രാമൻ ജാഗ്രതയായിട്ട് നിൽക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ വനത്തിൽ പ്രച്ഛന്നവേഷക്കാരായി അല്ലാതെയും വിലസുന്ന രാക്ഷസന്മാരുടെ ശല്യം മൂലം ഈ പഞ്ചവടിയിൽ ദണ്ഡകവനത്തിൽ പല സന്യാസിമാരും ഇവിടെ വിട്ടുപോയിരിക്കുകയാണ്. ഇവിടെ ഋഷിമാരാരുമില്ല. അവരിവിടുന്ന് പലായനം ചെയ്തു, രക്ഷപ്പെട്ടു, ഒളിച്ചോടുകയാണ്. ഘോരമൃഗങ്ങൾ പോലും ദണ്ഡകവനത്തിൽ വരാറില്ല, അവർക്ക് പേടിയാണ്. അവരിവിടെ ജീവിക്കാൻ വാസ്തവത്തിൽ ഭയപ്പെടുന്നു. എന്നിട്ട് രാമൻ ലക്ഷ്മണൻ പറഞ്ഞു, ലക്ഷ്മണ, അത്രയ്ക്ക് ഘോരമായ വനമാണ് ഇവിടെ. സിംഹാദികളായ ദുഷ്ടമൃഗങ്ങളെപ്പോലും ഇവിടെ കാണാൻ പറ്റില്ല. അവർ പേടിച്ചിവിടെ വരില്ല. ആരെ പേടിച്ച്? രാക്ഷസൻ. ഈ രാക്ഷസന്മാരാകട്ടെ രാക്ഷസന്റെ സ്വകീയ വേഷത്തിലല്ല ഇവിടെ വരിക. പിന്നെന്താണ്? വൃക്ഷങ്ങളായിട്ട്, ചെടികളായിട്ട്, പാറക്കെട്ടായിട്ട്, സസ്യങ്ങളൊക്കെ ആയിട്ട് അതിനകത്ത് നിൽക്കുക. ഇത് രാമനറിയാൻ പറ്റി. ആത്മജ്ഞാനത്തിന്റെ ഉടമസ്ഥനായിട്ട് രാമനെ തിരിച്ചറിയാൻ പറ്റി. അപ്പൊ രാമൻ പറഞ്ഞു, ലക്ഷ്മണ സൂക്ഷിക്കൂ, ഈ നിൽക്കുന്ന മരം ഒരു രാക്ഷസനായിരിക്കാം, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപകടം ഉണ്ടാക്കുന്ന ഇവരാണ്. നമ്മെ വഞ്ചിക്കാൻ അവർ തക്ക നോക്കി നിർത്തുന്നുണ്ടാവും. ജാഗ്രത പുലർത്തിക്കോളൂ, സീതയെ നടുക്ക് നിർത്തിക്കൊള്ളൂ, മുമ്പിലും പുറകിലും നമുക്ക് നിൽക്കാം. ആത്മജ്ഞാനത്തിന്റെ അകമ്പടിയോടെ പോയാൽ എങ്ങനെയൊക്കെയാണ് ഈ വിധത്തിലുള്ള രാക്ഷസീയ കോപത്തെ തടുത്തു നിർത്തി രക്ഷപ്പെട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് കാണിച്ചു തരാൻ ഈ വൈഭവത്തിന് പറ്റുള്ളൂ. അതുകൊണ്ടാണ് സീതയെ ഏതാണ്ട് മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ യാത്ര. നമുക്ക് ആത്മജ്ഞാനം മുമ്പിൽ നിന്നല്ല, പുറകിൽ പോലുമില്ല. ഉണ്ടെങ്കിലല്ലേ എൻ്റെ കരുത്ത് കിട്ടുള്ളൂ. ആത്മജ്ഞാനം ഏറ്റവും അധികം ഉപയോഗിക്കേണ്ട ഗൃഹസ്ഥാശ്രമിയാണ്. അങ്ങനെ പോകുന്ന ആ രാമനാണ് ആ കാട്ടിൽ ഒരു പൊന്മാനെ കണ്ട് മോഹിച്ച സീതയ്ക്ക് വേണ്ടി അതിൻ്റെ പിന്നാലെ പോയ രാമൻ്റെ കഥയാണ്. ഈ കാട്ടിൽ മാനെന്നല്ല സിംഹങ്ങൾ പോലും വരില്ല എന്ന് അല്പം മുമ്പ് ലക്ഷ്മണനോട് പറഞ്ഞാണ് രാമൻ. സിംഹങ്ങൾ പോലും കടന്നു വരാത്ത കൊടുങ്കാട്ടിൽ ഒരു മാൻ, അതും ഒരു സ്വർണ്ണമാൻ. ഇത് തീർച്ചയായിട്ടും രാക്ഷസന്റെ മായയാണെന്ന് തിരിച്ചറിയാൻ രാമൻ അറിയാമായിരുന്നു. രാമൻ ഇത് സീതയെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് രാമൻ പോലും ഈ മാനിന്റെ പുറകെ പോയില്ലേ? ഈ തിരിച്ചറിവ് രാമനുണ്ട്. രാമോപി രാമാവച പ്രതിപന്നവാൻ. രാമൻ പോലും രാമയായ സീതയുടെ വാക്ക് വിശ്വസിച്ചിട്ട് അതിൽ മോഹിതനായി. സ്വർണ്ണമാൻ എന്നുള്ള കാമത്തിൽ ആണ് രാമൻ മോഹിതനായത്. ഈ സ്വർണ്ണമാൻ എന്നുള്ളത് തൻ്റെ പത്നിയുടെ ആഗ്രഹത്തെ സാധിക്കാൻ വേണ്ടി താൻ പുറപ്പെട്ട ഒരു കാമാണ്. ആ കാമത്തിന് വശംവദനായി. ശൂർപ്പണഖയുടെ പ്രവേശം മുതൽ ഒരു സാധാരണ മനുഷ്യന്റെ ഉള്ളിൽ വളർന്നു വലുതാകുന്ന കാമവാസനകൾ രാമനിൽ അറിയാതെ വളർന്നു വലുതായി. ഒരു ഈശ്വരനാണ് രാമൻ, പക്ഷെ ഇവിടെ മനുഷ്യനാണ്. ഈ അവസരത്തിലാണ് സീതയുടെ സന്തോഷത്തിന് വേണ്ടി ഇല്ലാത്ത പൊന്മാനെ പിടിക്കാൻ പോവാണ്. ഇത് കാപട്യമാണ്, കള്ളത്തരമാണ്, ഇതുണ്ടാവില്ല എന്നറിയാം. എന്തുകൊണ്ടാണെന്ന് വാൽമീകി തന്നെ പറയും. പ്രഭവതി കുതോ അനർത്ഥ ബുദ്ധിശ്ചേത് അപഥോന്മുഖി. എങ്ങനെ അനർത്ഥം ഉണ്ടാവാതിരിക്കും? ബുദ്ധി വഴിവിട്ടുപോയാൽ. ബുദ്ധിശ്ചേത് അപഥോന്മുഖി. ബുദ്ധി വഴിവിട്ടുപോയാൽ, അപഥത്തിലേക്ക് ഉന്മുഖനായാൽ, ബുദ്ധി വഴിവിഴച്ചു പോയാൽ അനർത്ഥം എങ്ങനെ ഉണ്ടാവാതിരിക്കും? ഇതാണ് നമുക്ക് പറ്റുന്നത്. ഒരു നിമിഷം ഇതൊക്കെ അറിയാമായിരുന്നിട്ട് പോലും ബുദ്ധി വഴിവിഴച്ചു.
ബുദ്ധി വഴിവിഴച്ചു പോയാൽ അനർത്ഥമുണ്ടാകുക തന്നെ ചെയ്യും. ബുദ്ധി കൈവിട്ടാൽ സീതയുടെ രൂപത്തിലുള്ള ആത്മജ്ഞാനം നഷ്ടപ്പെടും എന്നീ കഥാംശം സൂചിപ്പിക്കുകയാണ്. ആത്മജ്ഞാനം നഷ്ടപ്പെടാൻ അവിടെ കാരണമാണ്. എപ്പോഴാണോ ബുദ്ധി നമ്മിൽ നിന്ന് കുറേശ്ശെ അകലാൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ബുദ്ധി വളരാതിരിക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധി ഉറങ്ങിക്കിടക്കുന്നത്, അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കാതിരിക്കുന്നത്, ഇങ്ങനെ സന്ദർഭം ഉണ്ടായാൽ അപ്പോൾ നമ്മൾ വഴിവിട്ടു പോകും. പോയാൽ അനർത്ഥമുണ്ടാകുക തന്നെ ചെയ്യും. ഒരിക്കൽ നഷ്ടപ്പെട്ട ആത്മജ്ഞാനം വീണ്ടെടുക്കാൻ വളരെ പ്രയത്നം വേണം. ഇവിടെ ഈ അതികാമത്തിൻ്റെ വാസന കൊണ്ടാണ് രാമന് സീതയെ നഷ്ടപ്പെടുന്നത്. പൊന്മാനെ പിടിക്കാൻ പോയതാണ് സീതയെ രാവൻ അപഹരിച്ചുകൊണ്ടാണ് കാരണമായത്. ഒക്കെ കഥയാണ്. പക്ഷെ ഈ കഥയ്ക്കകത്ത് എന്തൊരു മനോഹരമായ ജീവിത തത്വം ആധ്യാത്മിക ഭാഷയിൽ ഋഷി ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് നോക്കണം. നമ്മൾ ഓരോരോ കാമനകളുടെ പുറകെ പോകുമ്പോൾ അറിയാതെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളുടെ ആത്മജ്ഞാനത്തിൻ്റെ ബുദ്ധിയാണ്. അത് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് വീണ്ടെടുക്കണമെങ്കിൽ ഇത്തിരി പാടാണ്. ഉള്ളത് കൈമോശം വന്നാൽ പിന്നെ തപ്പിയെടുക്കാൻ വളരെ പാടാണ്. ഇല്ലാത്താണെങ്കിൽ ഉണ്ടാക്കിയെടുക്കും. ഉള്ളതിനെ പിന്നെ വീണ്ടും നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കണമെങ്കിൽ വളരെ പ്രയത്നം ആവശ്യമാണ്. ഇനി അങ്ങോട്ടുള്ള രാമായണ കഥ മുഴുവനും ഇതാണ് സീതാന്വേഷണം. നഷ്ടപ്പെട്ടു പോയ സീതയെ വീണ്ടെടുക്കൽ. ആത്മജ്ഞാനം നഷ്ടപ്പെട്ടപ്പോൾ മുതൽ രാമന് ദുഃഖമായി, വിലാപമായി. പിന്നെ രാമൻ ദുഃഖത്തിൻ്റെ പ്രതീകമാണ്. കാണുന്നവരൊക്കെ ചോദിച്ച് കരയും, എൻ്റെ സീതയെ നിങ്ങൾ കണ്ടോ, എൻ്റെ സീതയെ കണ്ടോ, എൻ്റെ സീതയെ കണ്ടോ എന്നിങ്ങനെ. ഇത് കയ്യിലിരുന്ന സീതയാണ് പോയത്. കയ്യിൽ സൂക്ഷിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബുദ്ധിയാണ് നഷ്ടപ്പെട്ടത്, ആത്മജ്ഞാനമാണ് നഷ്ടപ്പെട്ടത്. ഭൗതിക ലോക ജീവിതത്തിൻ്റെ അതികാമന കൊണ്ട് നഷ്ടപ്പെട്ടു പോയതാണ് ഈ ആധ്യാത്മിക ജ്ഞാനം. അത് നഷ്ടപ്പെട്ടു പോയാൽ അത് പിന്നെ വീണ്ടെടുക്കാൻ എത്ര കഷ്ടതകൾ സഹിക്കേണ്ടി വരുന്നു. സ്വർണ്ണമൃഗത്തിൽ തോന്നിയ ഭ്രമം, വരുത്തിവെച്ച വിനകൾ, ഭൗതിക വസ്തുക്കളുള്ള ആസക്തി മൂലം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കും. അവിടെ സ്വർണ്ണമാനാണെങ്കിൽ ഇവിടെ സ്വർണവും ധനവും ധാരാളമാവും. നമ്മെ വ്യാമോഹിപ്പിക്കുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന സ്വർണം, കാഞ്ചനം അല്ലെങ്കിൽ ധനം, അതിൻ്റെ പുറകെ പാഞ്ഞോടുകയല്ലേ ചെയ്യുക. അങ്ങനെ പോയാൽ ബുദ്ധി നഷ്ടപ്പെട്ടില്ലേ സ്വാഭാവികമായിട്ടും. അപ്പം എന്ത് ചെയ്യും? ആത്മജ്ഞാനം ഇല്ലാണ്ടാവും. ഇന്ന് ആത്മജ്ഞാനം നഷ്ടപ്പെടാനുള്ള വഴികൾ 100 കണക്കിന് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ നമ്മളെ കാർന്നു നിന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര സുന്ദരമായി രാമായണം ഈ ഒരു സന്ദർഭം നമ്മെ ബോധ്യപ്പെടുത്തി. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ബുദ്ധിപൂർവ്വം മാറി നിൽക്കാൻ പറ്റണം. ഇതിൻ്റെ വഴിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. എൻ്റെ ക്ലാസ്സിലാണ് 10 മിനിറ്റ് കഴിയും. ഇപ്പോൾ ഇതിലേക്ക് അകപ്പെടാതിരിക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇന്ന് അകപ്പെടുത്താൻ പാകത്തിന് പരസ്യങ്ങളുടെ ഒരു കോലാഹലമാണ് നമ്മുടെ ചുറ്റും വിളയാടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ അറിയാതെ അകപ്പെട്ടു പോകും. എത്ര വേണ്ടെന്ന് വിചാരിച്ചാലും വീണ്ടും വീണ്ടും നമ്മെ അതിലേക്ക് വലിച്ചിഴയ്ക്കും. നമ്മുടെ ചുറ്റും ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അതിലേക്ക് ആകർഷിച്ച് വലിച്ചിഴയ്ക്കാനുള്ള അനേക തന്ത്രങ്ങളാണ്. ഈ തന്ത്രത്തിൽ അറിയാതെ കണ്ട് നമ്മൾ അകപ്പെട്ടു പോയാൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ആത്മജ്ഞാനമാണ്. അതുകൊണ്ട് അനുഭവിക്കുന്നത് എന്തുമാത്രം ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അതുകൊണ്ട് ഭൗതിക വസ്തുക്കളുള്ള ആസക്തി ഒന്ന് കുറച്ചു കൊണ്ടെന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള അനേക തരത്തിലുള്ള വിഷമതകൾ അനുഭവിക്കേണ്ടി വരും ബോധ്യപ്പെടുത്തുക. ഇനിയും മറുവശത്ത് രാവണൻ ശൂർപ്പണഖയിലൂടെ ഖരദൂഷന്മാരുടെ സഹായത്തോടെ തൻ്റെ കാമാസക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് വേഷപ്രച്ഛന്നനായി സീതയെ അപഹരിച്ച് ആത്മജ്ഞാനം അപഹരിക്കുവാൻ സാധാരണ വേഷത്തിൽ സാധ്യമല്ല.
ആത്മജ്ഞാനത്തിൻ്റെ പ്രതീകമായി സീതയെ കിട്ടണമെങ്കിൽ സാധാരണ വേഷത്തിൽ പറ്റില്ല. അപ്പം എന്ത് ചെയ്യണം? ഒരു സന്യാസിയുടെ വേഷം വേണം. ആത്മജ്ഞാനത്തിൻ്റെ ഉടമസ്ഥർ സന്യാസിമാരാണ്, ഗൃഹസ്ഥാശ്രമികളല്ല. അതുകൊണ്ട് രാവണൻ ഇവിടെ ബുദ്ധിപൂർവ്വം തൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൻ്റെ വേഷമല്ല സ്വീകരിച്ചത്. പിന്നെന്താണ്? ഒരു സന്യസ്തനായ ഒരാൾക്ക് മാത്രമേ ആത്മജ്ഞാനം കൊടുക്കാനും ഇല്ലാതാക്കാനും കഴിയുള്ളൂ. ഇതാണ് സത്യം. ഒരു സന്യാസിക്ക് മാത്രമേ ഒരാൾക്ക് ജ്ഞാനോപദേശം ചെയ്തു കൊടുക്കാൻ പറ്റൂ. ആ ജ്ഞാനോപദേശത്തെ ഇല്ലാതാക്കാനും അതിനെ ശപിക്കാനും ഒരു സന്യാസിക്ക് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് സന്യാസിയുടെ രൂപത്തിലാണ് ഇവിടെ രാവണൻ ഇത് സാധിക്കുന്നത്. രാവണൻ അസാധ്യമായ ശക്തിയുള്ളവനാണ്. ബുദ്ധിശക്തിയുടെ പ്രതീകമായ 100 തലകൾ, കർമ്മശക്തിയുടെ പ്രതീകമായ 20 കൈകൾ. കയ്യ് നമ്മുടെ കർമ്മശക്തിയുടെ ഏറ്റവും വലിയ ബലിഷ്ഠമായ പ്രതീകമാണ് കയ്യ്. 2 കൈയാണ് നമ്മളെ കർമ്മം ചെയ്യാൻ ബോധ്യപ്പെടുന്ന മുഴുവൻ. ഇവിടെ 20 കൈകളാണ്. ഇപ്പം ഏതൊക്കെ തരത്തിൽ എന്ത് കർമ്മവും ചെയ്യാനുള്ള ഒരു ഉറച്ച കഴിവ് രാവണനുണ്ട്. ഒരു മസ്തിഷ്കത്തിൽ കൂടി ചിന്തിക്കലല്ല, 10 മസ്തിഷ്കത്തിൽ കൂടി ചിന്തിക്കാനുള്ള വൈഭവം രാവണനുണ്ട്. ഇത്രത്തോളം ശക്തിമാനായ ബുദ്ധിശക്തിയുടെയും ഭൗതിക ബലത്തിൻ്റെയും ഉടമസ്ഥനായ ആ രാവണൻ ആണ് വാസ്തവത്തിൽ ഇവിടെ ഒരു സന്യാസിയുടെ രൂപത്തിൽ. ഇത് രാവണനെ സാധിക്കുള്ളൂ. ഇതാണ് രാവണൻ്റെ രാവണത്വത്തിൻ്റെ മഹത്വം. ഇതാണ്. അപ്പം സാധാരണ വേഷത്തിൽ ഇത് പറ്റില്ല. രാവണൻ്റെ നീതമായ വേഷം ഇതിന് പറ്റില്ല. രാക്ഷസനായതുകൊണ്ട് ഏത് വേഷവും മാറാൻ കഴിയും. ഏത് വേഷത്തിൽ മാറി ഇത് പറ്റും. ഇവിടെ അപഹരിക്കുന്ന സീതയല്ല, പിന്നെന്താണ്? ആത്മജ്ഞാനത്തെ. സീതയെ അപഹരിക്കണമെങ്കിൽ തൻ്റെ ഈ വേഷം ധാരാളമാണ്. ഒരു മനുഷ്യവേഷം ധാരാളം മതി. ഒരു മനുഷ്യ സ്ത്രീയെ അപഹരിച്ചുകൊണ്ടാൽ വലിയ പാടൊന്നുമില്ല. പക്ഷേ ഇവിടെ താൻ കൈക്കലാക്കാൻ ശ്രമിക്കുന്നത് ആത്മജ്ഞാനത്തിന് പ്രതീകമായി സീതയാണെന്ന് മനസ്സിലാക്കണം. അങ്ങനെ അപഹരിക്കുന്ന സീതയെ തനിക്കൊന്ന് സ്പർശിക്കാൻ പോലും പറ്റില്ല. നോക്കൂ, കൂടെ കൊണ്ടു നടക്കാൻ പറ്റി, ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അപഹരിച്ച് കൊണ്ടുപോയി തൻ്റെ കൊട്ടാരത്തിലോ തൻ്റെ കൂടെയോ താമസിപ്പിക്കാൻ പറ്റില്ല. വിജനമായ ഒരു ജയില്, ഒരു തടവറ. ഒരു പക്ഷേ ഇത് ഇങ്ങനെ ഒരു തടവറ ആവിഷ്കരിക്കുന്ന വാൽമീകിയാണ്. ഒരു ജയില്, വിശാലമായ പുറത്തുള്ള ഒരു ജയിൽ. അവിടേക്കാണ് സീതയെ കൊണ്ട് നിക്ഷേപിക്കുന്നത്. രാവണൻ്റെ കൂടെ നിർത്താൻ പറ്റില്ല. കാരണം ഇത് ആത്മജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അത് രാവണന് കൂടെ കൂട്ടാനായില്ല. കാരണം അത്രത്തോളം തമോ ഗുണം വർദ്ധിച്ചു വന്ന പ്രതീകമാണ് രാവണൻ. ആ തമോ ഗുണത്തിനുള്ള ഉടമസ്ഥനായ രാവണന് സീതയെ ഒന്ന് തൊടാനോ സ്വീകരിക്കാനോ പറ്റില്ല. പക്ഷെ സന്യാസി വേഷത്തിലായതുകൊണ്ട് തനിക്ക് തന്നെ കൂടെ കൂട്ടാൻ മാത്രം സാധിച്ചു. ഇതാണ് സീതാപഹരണത്തിൽ കൂടി വ്യക്തമായും വാൽമീകി നമുക്ക് ബോധ്യപ്പെടുത്തിയിരുന്ന എത്രയോ മനുഷ്യ ജീവിത കഥകളാണ്. അതുകൊണ്ടാണ് രാമായണം മുഴുവൻ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ കഥയാണ്, ആത്മജ്ഞാനത്തിൻ്റെ കഥയാണ്. ഒരു ഗൃഹസ്ഥാശ്രമിക്ക് നേരിടേണ്ടി വരുന്ന വൈഷമ്യങ്ങളെ ഓരോ ഘട്ടത്തിലും എങ്ങനെയെന്നും അവയെ എങ്ങനെ അഭിമുഖീകരിക്കാമെന്നും അത് വേണ്ടതുപോലെ ശ്രമിച്ചില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ദുരന്തങ്ങൾ എന്താണ്, ഇത്രയുമാണ് വാസ്തവത്തിൽ ഈ ആരണ്യകാണ്ഡത്തിൽ കൂടി, അയോധ്യാകാണ്ഡത്തിൽ കൂടി നമുക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഇനിയുള്ളത് കിഷ്കിന്ധകാണ്ഡമുണ്ട്, സുന്ദരകാണ്ഡമുണ്ട്, യുദ്ധകാണ്ഡമുണ്ട്. ഈ 3 കാണ്ഡത്തിലെ കഥകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംഗ്രഹിക്കാം. ഇത് രാമായണത്തെ സമീപിക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന, നമുക്ക് പഠിക്കേണ്ട കുറേ പാഠങ്ങൾ. ഇങ്ങനെ വേണം രാമായണം പഠിക്കാൻ. കഥ അറിയാം നമുക്കെല്ലാം. എന്തിനാണ് ഇങ്ങനെ കഥ ഇപ്പം പറഞ്ഞത്? ഇതുപോലെ കഥ വാൽമീകി ഉണ്ടാക്കി
നമ്മുടെ മുമ്പിൽ എന്താണ് ഇട്ട് തന്നത് ഈ കഥ കേട്ട് ഉറങ്ങാൻ വേണ്ടിയല്ല, കഥ കേട്ട് ചിന്തിക്കാൻ വേണ്ടിയാണ്. ഇതെൻ്റെ മനുഷ്യ ജീവിതത്തിലുള്ള കഥയാണല്ലോ, എനിക്കും ഇങ്ങനെ ഉണ്ടാകാമല്ലോ, ഇപ്പം ഉണ്ടായിട്ടില്ലെങ്കിൽ നാളെ ഉണ്ടാകാം. അങ്ങനെ വന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇത് നമ്മെ ബോധ്യപ്പെടുത്താൻ ആദ്യ കവിയായ വാൽമീകി, ആദ്യത്തെ ഇതിഹാസമായ എഴുതിയ വാൽമീകി ബദ്ധശ്രദ്ധനായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാണ് വാസ്തവത്തിൽ രാമായണത്തിൽ കൂടി ചിന്തിച്ച് മനസ്സിലാക്കി പോകേണ്ട പാഠങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്കിവിടെ ഉപസംഹരിക്കാം. ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാമെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ശിഷ്യതഖണ്ഡം മുതൽ അടുത്ത ദിവസം നമുക്ക് കൊണ്ടിത് തീർക്കാം എന്ന് തോന്നി. രാമായണത്തിൻ്റെ ഈ വിഷയങ്ങൾ എന്നിട്ട് അടുത്ത ഇതിഹാസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ, ഇന്നത്തെ ക്ലാസ് വളരെ നല്ലതായിരുന്നു. പുതിയ പുതിയ അറിവുകൾ ഇങ്ങനെ സാറിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ അറിഞ്ഞുകൊണ്ട്, അതായത് അമിതമായിട്ട് ഒന്നിനെയും ആഗ്രഹിക്കരുത് എന്നുള്ള ഒരു ഗുണപാഠം ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നമുക്ക്. കാര്യം അത് ആവർത്തിച്ചെന്ന് ചാടത്തേ ഉള്ളൂ. നമ്മള് മനുഷ്യര്, ഭഗവാന് പോലും അബദ്ധം പറ്റി. ആ ഒരു സാറ് പറഞ്ഞ ആ ഒരു പോയിന്റ് വളരെ ഇപ്പോഴാ സാറേ ഇതൊക്കെ അറിയുന്ന. ഈ സീത എന്ന് പറയുന്ന ആ വ്യക്തി ആത്മജ്ഞാനമാണെന്നും ഇതൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകളിൽ നിന്നാണ്. അപ്പം പറഞ്ഞതിന്റെ ഒരു ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആവശ്യമില്ലാതുള്ള കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക, അമിതമായിട്ട് ഒന്നിനെ ആഗ്രഹിക്കാതിരിക്കുക. അപ്പോൾ ഒരു വിധത്തിൽ കഴിഞ്ഞു പോകും എന്നുള്ള ഒരു ഗുണപാഠം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് വളരെയധികം വ്യക്തമായിട്ട് സാർ അങ്ങ് അത് സൂചിപ്പിച്ചു. വളരെ സന്തോഷം ശങ്കര. അല്ല, എനിക്ക് വേറൊരു തോട്ടാണ് വന്നത് സാർ. ഇപ്പം അടുത്ത് പറയുന്നതിനെക്കാട്ട് കൂടുതലായിട്ട് എനിക്ക് വന്നതൊരു തോട്ടം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ രാമായണം ഇതുപോലുള്ള ഇതിഹാസങ്ങൾ നമ്മൾ എന്തുമാത്രം ആകർഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. പണ്ട് കുട്ടിക്കാലം മുതൽ നമ്മൾ രാമായണ കഥ അത് കേട്ടു വളർന്ന് അതിന്റെ ഈ രാമായണത്തിന്റെ ചെറിയ ശ്ലോകം തന്നെ ഉണ്ടല്ലോ, ആ ശ്ലോകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള അതെല്ലാം ഈ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകത്ത് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഇതിഹാസത്തിന് നമ്മൾ എന്തുമാത്രം സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ആകൃഷ്ടരാകുന്നു എന്നുള്ളതാണ് ഇന്ന് ഇതിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. വളരെ സന്തോഷം. ഞാൻ ഓഫീസിൽ ഇന്ന് ഡ്യൂട്ടിയിലാണ്. പക്ഷെ വീഡിയോ ഓഫാക്കിയാണ് കയറിയത്. ഇടയ്ക്ക് ഇറങ്ങേണ്ടി വരും എന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ഇറങ്ങാൻ തോന്നിയില്ല. തീർച്ചയായിട്ടും ക്ലാസ് അത്ര വളരെ എന്താ പറയുക, അങ്ങേയറ്റം ആകർഷിച്ചു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള ക്ലാസ്സുകളും ഇതുപോലെ നല്ല ഇതാവട്ടെ എന്ന്, കൂടുതൽ അറിവ് നേടാൻ കഴിയട്ടെ എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. നമസ്തേ ജയശങ്കര ചേട്ടാ. നമസ്തേ. ഈ രാമായണം നമ്മളെ എല്ലാ വർഷവും വായിക്കുന്നുണ്ടെങ്കിലും കഥകളായിട്ട് വായിച്ചു പോവുകയാണല്ലോ സാധാരണ ചെയ്യുന്നത്. അതിന്റെ കൂടുതൽ തത്വത്തിലേക്ക് രാമൻ ആരാണ്, സീത ആരാണ് എന്നൊക്കെയുള്ള, അതുപോലെ നമ്മുടെ ഉടനീളം അതാണ് എനിക്ക് ഏറ്റവും ഒരു പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ഗ്രഹിച്ചു കഴിഞ്ഞാലും ആചാര്യന്മാരെ നിരന്തരം സത്സംഗങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട്, കാരണം നമ്മളത് നമ്മുടെ മനസ്സ് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അത് വളരെ സത്യമാണ്, ശരിയാ. അത് വളരെ ഇത് കാര്യമായിട്ട് എനിക്ക് തോന്നി അത് പറഞ്ഞത്. നിരന്തരമായ ഒരു സമ്പർക്കം ഇല്ലെങ്കിൽ ഇപ്പൊ വനത്തിലേക്ക് പോകുന്ന ശ്രീരാമചന്ദ്ര പ്രഭു എത്രയോ ഗുരുശ്രേഷ്ഠന്മാരിൽ കൂടിയാണ് അവരുടെ ഉപദേശങ്ങള്. ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചെങ്കിൽ പോലും, ഭഗവാനാണ് എങ്കിൽ പോലും ആചാര്യന്മാരുടെ ആ വാക്കുകൾ ശ്രവിച്ച് ഉപദേശങ്ങൾ സ്വീകരിച്ച് മുമ്പോട്ട് പോയത് പറഞ്ഞത് കേട്ടപ്പോ വെറും മനുഷ്യരായ നമ്മള് ദൈവക്കും ഇത് കേൾക്കേണ്ടതിന്റെ ആവശ്യകത എത്രയാണ് എന്ന് എനിക്ക് തോന്നി. അതുപോലെ അതുകൊണ്ട് ഞാൻ കഥ വിട്ട് കാര്യം, എനിക്ക് ചുമ്മാ ആ ഓരോ കാരണത്തിലെ കഥ പറഞ്ഞ് പോയോണ്ട് മാത്രം നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാവർക്കും അറിയാവുന്ന കഥകൾ. അപ്പൊ എന്തിനാണ് ഈ കഥ എന്നതിനെക്കുറിച്ച് അറിയുമ്പോൾ നമ്മുടെ ജീവിതമായിട്ടുള്ള ബന്ധം ഇതിനെന്താണ് എന്നറിയുമ്പോഴാണ് രാമായണം നമുക്ക് കൂടിയുണ്ട് എന്ന് തോന്നി വരുകൊണ്ടാണ് ആ വഴിയിലേക്ക് പോയത് കൊണ്ടാണ്. പിന്നെ എനിക്ക് ചെറിയൊരു സംശയം തോന്നി എന്ന് ചോദിച്ചോട്ടെ? പിന്നെന്താ. അപ്പം ചേട്ടൻ പറഞ്ഞല്ലോ ഈ ഭഗവാനാണ് മനുഷ്യനായിട്ട് വരുന്നതെങ്കിൽ പോലും പൂർവജന്മ കർമ്മവാസനകളും ഒക്കെ ആയിട്ട് വരുമ്പോ നമ്മൾ അതൊക്കെ അനുഭവിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ
നമുക്ക് അതിൽ നിന്ന് നമുക്ക് പൂർവ്വജന്മത്തിൽ നമ്മൾ ചെയ്തതൊക്കെ അനുഭവിക്കണമെന്നുള്ളത് സത്യം തന്നെ. എന്നാലും അതിനൊരു പരിഹാരം എങ്ങും ഇല്ലയോ നമുക്ക്? ഭാഗവതത്തിലൊക്കെ പറയുന്ന പോലെ നാമജപം കൊണ്ട് അതിനൊക്കെ ഒരു പരിഹാരമാകുമോ? അതിന്റെ തീഷ്ണത കുറയ്ക്കാം. അതാ അനുഭവിക്കുന്നതിന്റെ തീഷ്ണത കുറയ്ക്കാം. കണ്ണീർ കൊള്ളാനുള്ളത് പിരിയത്ത് കൊണ്ടുപോകുന്നു അല്ലെ? കൊണ്ടുപോകും. അത്രയാവുള്ളൂ. അത് വേണ്ടി വരും, ഇല്ലാതിരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ജന്മം കിട്ടിയത്. കൊണ്ടാണ് അതിൻ്റെ പ്രാരബ്ധ കർമ്മത്തിൻ്റെ ഒരു ഫലമാണ് ഈ ജന്മം. അതുകൊണ്ട് അതിൽ ഒരു പക്ഷെങ്കിൽ അതിൻ്റെ ബലം തീരെ കുറവാണെങ്കിൽ ഒരു വിഷമവും ഉണ്ടാവില്ല. അത് നമുക്കറിയില്ലല്ലോ. അതിൻ്റെ തോത് എത്രയുണ്ടെന്ന് നമുക്കറിയാനായിട്ട് നമുക്കൊരു മെഷീനും ഇല്ല. അപ്പോൾ ഈ അനുഭവം മാത്രമേ ഉള്ളൂ നമുക്ക് മെഷീൻ. അനുഭവം ഉണ്ടാകുമ്പോൾ അറിയാം, അത് കൂടുതലായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും വേണ്ടി വന്നത്. ഒന്നും ഉണ്ടായില്ലെങ്കിൽ ബാക്കി ഉണ്ടായിരുന്നില്ല എന്നർത്ഥം. അത് വേഗം തീർന്നു. അതറിയാൻ ഇതേ ഉള്ളു വഴി. അപ്പൊ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും രമണ മഹർഷിയുടെയും ഒക്കെ കാര്യം പറഞ്ഞപ്പോ ഞാനും ഇത് തന്നെ ചിന്തിച്ചു. ഇവരൊക്കെ സ്വാമി വിവേകാനന്ദനായാലും ഇവരൊക്കെ എന്തിനാ ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇത്രയും ഒക്കെ വിഷമിച്ച് വേദന അനുഭവിച്ചാണ് വാസ്തവ രാമകൃഷ്ണദേവന്റെ തൊണ്ടയിൽ നിന്ന് വാസ്തവത്തിൽ പുഴു പോലും വന്നു. അത്രയ്ക്ക് അദ്ദേഹം ഇത്ര വിഷമിച്ചു. പക്ഷേ നമ്മൾ വിചാരിക്കതേ, ഞാൻ ഇത്ര കാലം ഇതൊക്കെ ചെയ്തിട്ട് എനിക്കിതായി ഈ ഒരു എന്താ ക്യാൻസർ വന്നിട്ട് പോകുന്നതിൽ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്, വരട്ടെ. അതിനെ നേരിടാനുള്ള കരുത്താണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ല, അതില്ലാതാക്കാൻ നമുക്ക് പറ്റില്ല. മനോഭാവം മാറി കിട്ടുക എന്നുള്ളത് അതാ വേണ്ടത്. അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ വഴി കൂടി പോയത്. വളരെ സന്തോഷം ചേട്ടാ, വളരെ സന്തോഷം. വളരെ വേറൊരു കാര്യം കൊണ്ടുണ്ട് സാർ. നമ്മളിപ്പോ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മള് രാമായണ കാറ്റ് എന്നുള്ള പേരില് എല്ലാ കർക്കിടക മാസത്തിലും നമ്മൾ 31 ദിവസം രാമായണ പാരായണം നടത്തുന്നുണ്ട്. അതോടൊപ്പം അതിന്റെ അർത്ഥമറിഞ്ഞ്, അത് ഉഷേടത്തിൽ തന്നെയാണ് അത് ചെയ്യുന്നത്. അർത്ഥമറിഞ്ഞ് നമ്മൾ അന്ന് പാരായണം ചെയ്യുന്ന ഭാഗത്തെ കുറിച്ചുള്ള അർത്ഥമറിഞ്ഞു. പിന്നെ അത് കൂടാതെ അതിനെക്കുറിച്ചുള്ളൊരു ക്വിസ് പ്രോഗ്രാമും ഉണ്ട്, പ്രശ്നോത്തരിയുണ്ട്. അപ്പൊ അതിങ്ങനെ പഠിച്ചു വരുന്നതിന്റെ ബേസിലായിരിക്കണം ഈ രാമായണത്തോട് കൂടുതൽ ആഭിമുഖ്യം ഇപ്പൊ നമുക്ക് അതിനകത്ത് സഹകരിക്കുന്നവർക്കായിരിക്കും. ഇപ്പൊ എന്നെ പോലുള്ളവർ അതിനകത്ത് സഹകരിക്കുന്നതുകൊണ്ടായിരിക്കും കൂടുതൽ ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു ആകർഷണം തുടങ്ങിയിരിക്കുന്നത് രാമായണത്തിൽ. അപ്പൊ ഒരു കഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് അതിനെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. വീണ്ടും അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ആ ഒരു ധാരണകളൊക്കെ മാറി വരുന്നു എന്നുള്ളത് അത് സത്യം തന്നെയാണ് അല്ലെ? കഥയല്ല, ശരിക്കും നമ്മുടെ ലൈഫിനെ അല്ലെങ്കിൽ ജീവിതത്തിലെ ബാധിക്കുന്ന ഓരോ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളതെന്നുള്ളത് മനസ്സിലായി വരുന്നു. താമസിച്ചു എങ്കിൽ തന്നെ സാരമില്ല. ഓരോ കർമ്മം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാവാം. അതെ. ജയശങ്കര. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? മുന്നോട്ട് വന്നോളൂ. ആരെങ്കിലും? വാമനേട്ടനെ കണ്ടിരുന്നു. സജനാജി, ജയകൃഷ്ണൻ ഇല്ലായിരുന്നോ? ജയകൃഷ്ണൻ അദ്ദേഹം ഒരു യാത്രയിലാണ്, ഇപ്പൊ പൂനെയിലാണെന്നാണ് അമ്മ പറഞ്ഞത്. വാമനേട്ടൻ പോയി. സജനാജി കേൾക്കുന്നുണ്ടോ അമ്മ? വാമനേട്ടൻ പോയി, ആരും വരുന്നില്ല. അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ ഇവിടെ പര്യവസാനിക്കുകയാണ്. പങ്കെടുത്ത സാറിനും അതേപോലെ ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ലോക സമസ്ത സുഖനോ പോകുന്നു. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ജയശങ്കര. നമസ്കാരം. ജയശങ്കര.